അസ്സലാമലൈക്കും മക്കളെ, സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന് അത് കാണാം. ഞാൻ ആവശ്യത്തിനാണ് കണക്കായിട്ട് വെള്ളം വേണം. ചിക്കൻ മുങ്ങുന്നത്ര വെള്ളം വേണം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വിനാഗിരി, വലിയ സ്പൂണാണ്, ഒരു സ്പൂണ് സോസ്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതക്കിയത്, ഒരു സ്പൂണ് ഗരം മസാല പൊടി. എന്നിട്ട് നന്നായി ഒന്നിത് ഇളക്കാം. എല്ലാ പച്ചവെള്ളവും ഈ പൊടികളും എല്ലാം ഒന്ന് മിക്സാക്കാം. അതിലേക്ക് ഞാൻ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുങ്ങാൻ പാകത്തിന് വെള്ളം വേണം. ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായി ഒന്നിത് വെള്ളം കലക്കണം. അത് ഉപ്പ് പിടിക്കണ്ടേ? വിനാഗിരിയും സോസും എല്ലാം കൂടിയിട്ട് ഉപ്പ് പിടിക്കട്ടെ. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഫ്രൈ ആക്കി എടുക്കാൻ മൈദ മാവ് ഞാൻ ഇടുന്നുണ്ട്. 1 സ്പൂണ് ഇട്ട് 2 5 സ്പൂണ് മൈദ മാവ്. അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് ബേക്കിംഗ് സോഡപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഗരം മസാല പൊടിച്ചത് 1 സ്പൂൺ. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. സ്പൂണ് കോൺഫ്ലവർ ഇടുന്നുണ്ട്, 2 സ്പൂൺ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നേരെ പകുതിയാക്കണം. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ഒഴിക്കുന്നുണ്ട്. ഒരു മുട്ട ഒഴിച്ച് അതിന് നന്നായി ഒന്ന് ഇത് കൂട്ടിട്ട് നന്നായി ഒന്ന് ഇത് കലക്കാം. നന്നായി ഒന്ന് കലക്കിയെടുക്കാം നമുക്ക്. നന്നായി കലക്കി വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ആക്കുന്നത് കാണാം. ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എണ്ണ ഒഴിക്കുന്നത്. നല്ലോണം എണ്ണ കായിട്ട് നമ്മളെ ചിക്കൻ അങ്ങനെ ഇതാ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മുക്കി മൈദമാവിലേക്കാക്കി നമുക്ക് ഓരോന്നായി ഇടാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്ത കോഴി എടുക്കുന്ന നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. മക്കളെ, നമ്മളിതാ ഫ്രൈ ചിക്കൻ ഇവിടെ റെഡിയായി. ഞങ്ങൾ രണ്ടാളും തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന്. നിങ്ങൾ മക്കൾക്ക് വേണം വേണമെങ്കിൽ തിന്നാലോ വാ. പിന്നെ മക്കളെ, എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.